Praise God. Amen. വളരെ ശക്തിയോടെ നമ്മൾ ദൈവത്തെ സ്തുതിച്ചെന്ന് തോന്നുന്നുണ്ടോ? Do you feel like you worshipped God with all your strength? അല്പം കൂടെ ശബ്ദത്തിൽ ദൈവത്തിന് ഒരു സ്തുതി കരേറ്റാം. ഹല്ലേലൂയ. Can we use our voices to praise God? Amen. Amen. ഇന്ന് പല ശുശ്രൂഷകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. Today we have different kinds of ministries. അതുകൊണ്ട് ദൈവവചന ശുശ്രൂഷയ്ക്ക് ദീർഘമായ സമയമില്ല. Because of that we do not want to take long time for the word of God today. എങ്കിലും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേൾക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് അല്പനിമിഷങ്ങൾ നമ്മൾ അതിനായിട്ട് ചെലവഴിക്കാൻ പോവുകയാണ്. Even then it is important to hear from the word of God, so we're going to take few minutes this morning. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നിങ്ങൾ ആയിരിക്കണം, ഞങ്ങളെ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നു. I urge you to be attentive and with much prayer. ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് ഒരു സീരീസ്, ഒരു പരമ്പര കഴിഞ്ഞ ദിവസങ്ങൾ ചില ആഴ്ചകളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. We have started a series from the book of Philippians. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ലിവിങ് വിത്ത് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ മനസ്സുമായി ജീവിക്കുക എന്നുള്ള ടൈറ്റിലാ, ആ ടോപ്പിക്കാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. For the last couple of weeks we have been talking about living with the mind of Christ, and that is the subject for today. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്നാണ് അത് നമ്മുടെ ആ ചിന്ത ആരംഭിച്ചത്. So our text is from Philippians chapter 2. എങ്ങനെയാണ് യേശുവിൻ്റെ മനസ്സുമായി ജീവിക്കുവാൻ നമുക്ക് ഇടയാകുന്നത്? How can we live with the mind of Christ? നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ട ഉദാഹരണങ്ങളിൽ ചിലതെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്ന് എനിക്കറിയാം. I hope that some of the examples we talked about last week is in your mind. ലെൻസിന്റെ ഉദാഹരണം പലരെന്നെ ഓർപ്പിച്ചു. Many people reminded me about the example of the lens. ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നും പലരും ഐഡന്റിഫൈ ചെയ്തു. And some people identify who the person I was referring to. എന്നാൽ ഒരു വിൻഡോയുടെയും ഒരു മിററിന്റെയും കാര്യം പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. I also hope that I talked about an example of a window and a mirror. നമുക്ക് എപ്പോഴും ഇഷ്ടം മിററാ. Oftentimes we like the mirror. കാരണം മിററിൽ നമുക്ക്, കണ്ണാടിയിൽ നമുക്ക് നമ്മെ തന്നെ കാണാം. Because the mirror reflects our image. നമ്മുടെ സൗന്ദര്യവും നമ്മുടെ മേക്കപ്പും എല്ലാം ആസ്വദിക്കാനായിട്ട് മിററിനെ നമുക്ക് ഉപയോഗിക്കാം. We are able to enjoy our makeup and the beauty of ourselves in the mirror. എന്നാൽ വിൻഡോ എന്ന് പറയുമ്പോൾ, ഒരു ജാലകം എന്ന് പറയുമ്പോൾ അത് പുറത്തേക്കുള്ള കാഴ്ചകൾ കാണുന്നതാണ്. But often the window is only a place that you can see what's outside. മറ്റുള്ളവരെ കാണുന്നതാണ്. And that is a way to see others. അപ്പോൾ നമുക്കൊരു ഷിഫ്റ്റ് വേണം. നമ്മൾ എപ്പോഴും ഈ കണ്ണാടി തന്നെ നോക്കി നിൽക്കാതെ ജാലകങ്ങളിൽ കൂടെ പുറത്തേക്കൊന്ന് നോക്കണം. So oftentimes we need a mind shift that not only that I spend time in front of the mirror, but we also need to use the window. നമ്മൾ മറ്റുള്ളവരെ കാണാൻ തുടങ്ങണം. We need to see others. അപ്പം യേശുവിൻ്റെ മനസ്സുമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ സെൽഫിഷ് അംബീഷൻസ്, നമ്മുടെ സ്വാർത്ഥ ചിന്താഗതികൾ മാറ്റിവെക്കുന്നതാണ്. So living with the mind of Christ means putting away our selfish desires. യേശുവിൻ്റെ മനസ്സുമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ പ്രസ്റ്റീജിന് വേണ്ടിയുള്ള ആഗ്രഹം മാറ്റിവെക്കുന്നതാണ്. So living with the mind of Christ means in putting away the personal prestige that we have. യേശുവിൻ്റെ മനസ്സുമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈഗോ, നമ്മുടെ സ്വയം ഭാവം മാറ്റിവെക്കുന്നതാണ്. So putting away our ego is also part of having the mind of Christ. യേശുവിൻ്റെ മനസ്സുമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദാസന്റെ സ്ഥാനം എടുക്കുന്നതാണ്. So living with the mind of Christ is also taking the form of a servant. മറ്റുള്ളവരെ ഒന്നാമത് എന്ന് കൺസിഡർ ചെയ്യുന്നതാണ് യേശുവിൻ്റെ ഭാവത്തോടെ ജീവിക്കുന്നത്. Considering others better than you is also the mind of Christ. ഇതെല്ലാം പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഇത് നമ്മൾ സ്വീകരിക്കാനും നമ്മിൽ സ്വീകരിക്കാനും ഇത് പ്രായോഗികമാക്കാനുമായിട്ടാണ്. The reason I am explaining all this is to so make it practical in your own personal life. അത് കഴിഞ്ഞിട്ട് 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ട് പൗലോസ് അതിനുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ മുമ്പിൽ ക്രിസ്തുവിനെ തന്നെ വരച്ചു കാണിക്കുക. So after talking about all these things from verse 1 through 4, Paul himself is portraying Christ himself as the ultimate example. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ
നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. In verse 5 we read, in your relationship with one another have the same mindset as Christ Jesus. അപ്പം ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ ഉള്ളവരാകുക. So having the mind of Christ in us. എന്താണ് ഈ ക്രിസ്തുവിലുള്ള ഭാവം എന്ന് പറഞ്ഞാൽ? So what does mind of Christ means? ക്രിസ്തു അത് കഴിഞ്ഞ് അത് മനസ്സിലാക്കാനായിട്ടാണ് നമ്മെ 6 മുതലുള്ള വാക്യങ്ങൾ 8 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പല പ്രധാന കാര്യങ്ങളും നമ്മളോട് അറിയിക്കുന്നു. To explain what the mind of Christ, Paul goes on to write from verse 6 on to explain that. എന്താ അവിടെ പറയുന്ന അപ്പോസ്തലനായ പൗലോസ്? So what is Paul saying there? പൗലോസ് പറയും, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. Verse 6 says, who being in the very nature of God did not consider equality with God something to be used to his own advantage. ദൈവത്തിന്റെ രൂപത്തിൽ ഇരിക്കെ. And being in the very nature of God. ഇവിടെ ഈ വാക്ക് മനസ്സിലാക്കാനായിട്ട് യേശു എന്താണ് ചെയ്തത് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നമുക്ക് മനസ്സിലാകാനായിട്ട് അല്പം അതിൻ്റെ ആ വാക്കിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി അത്യാവശ്യമാണ്. So it is important to illustrate a little bit more to understand what Paul means by being in the very nature of God. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിക്കുന്ന വാക്ക് ദൈവത്തിന്റെ രൂപം എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് മോർഫേ എന്നുള്ള വാക്കാണ്. The word in the root word is morphe for the nature of God. അവൻ ദൈവത്തിന്റെ രൂപത്തിൽ ഇരിക്കുകയായിരുന്നു. It is in the same attitude and the same nature of God. മോർഫേ എന്ന് പറഞ്ഞാൽ ട്രൂ നേച്ചർ എന്നാ, കോസ്റ്റ്യൂം ഇട്ടുള്ള ഒരു ഔട്ട്ലുക്ക് അല്ല. And the morphe, the word is the true nature, the way it is, and no exaggeration or no facade. മോർഫേ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്വേർഡ് ലുക്ക് അല്ല, ഒരു മാസ്ക്, ഒരു മുഖം മൂടി അണിയുന്നതല്ല. It is not a mask that you're wearing. അത് എസൻഷ്യൽ ഫോമാ. ഏത് രൂപമാണോ, ഏത് സ്വഭാവമാണോ, ഏത് സാരാംശമാണോ അതിനെ പറയുന്നതാ. So it is talking about what the way it is in his original nature, that is what talking about. അപ്പോൾ in the form of God, ദൈവ രൂപത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? So what does it mean in the very nature of God? ദൈവത്തിന്റെ സ്വഭാവം ഉൾക്കൊണ്ടിരുന്നവനായ യേശുക്രിസ്തു. And Jesus, who himself contained the nature of God. ദൈവത്തിന്റെ മഹത്വത്തിൽ പങ്കാളിയായിരുന്നവനായ ക്രിസ്തു യേശു. He was the one who sharing in the glory of God himself. ദൈവികമായ അധികാരങ്ങൾ കൈയാളിയിരുന്ന കർത്താവായ യേശുക്രിസ്തു. And the God who had the same authority as his father God. അതേ യേശു, അവന്റെ രൂപം, അത് നമ്മുടെ മനസ്സിൽ കാണണം. So that same Jesus, we need to see that in our vision. യേശു ദൈവമായിരുന്നു. Jesus was God. യേശു ദൈവമാണ്. Jesus is God. അതെങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? How do we understand that? ഈ ഫോം എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് വാക്കിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ അപര്യാപ്തത കൊണ്ട്, അല്ലെങ്കിൽ ആവശ്യത്തിന് ധാരാളമായിട്ടുള്ള വാക്കുകളുടെ കുറവ് കൊണ്ട് അതിനകത്ത് പല വാക്കുകൾ ഉൾക്കൊള്ളിച്ച് ഒറ്റ വാക്കാണ് പറയുന്നത്. The word form is very limited in English language because of the limitation. It is used as one word. ഗ്രീക്ക് ലാംഗ്വേജ് അങ്ങനെയല്ല. ഗ്രീക്ക് ലാംഗ്വേജിൽ അതേ ഇംഗ്ലീഷ് വാക്കിന് പല വാക്കുകൾ ഉപയോഗിക്കാം. But in the Greek language, the same word form has multiple usage. അപ്പോൾ ഈ ഫോം എന്നുള്ള രൂപം എന്നുള്ള വാക്കിന് ഗ്രീക്കിൽ മോർഫേ എന്നും പറയും, സ്കീമ എന്നും പറയും. The word form is also used as morphe and schema. എന്ന് പറഞ്ഞാൽ അവർ അതിനെ രണ്ടിനെയും ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫോം എന്നാ. And both of those are translated in English as one word, as form. നിങ്ങളെ ഗ്രീക്ക് പഠിപ്പിക്കാനൊന്നുമല്ല ഞാൻ. I'm not trying to teach you Greek this പക്ഷേ ഇതിന്റെ ആഴം ഉൾക്കൊള്ളണമെങ്കിൽ അതൊന്ന് മനസ്സിലാക്കണം, ബാക്ക്ഗ്രൗണ്ട് to മനസ്സിലാക്കണം. understand the depth of what I'm trying to communicate, you need to understand the root അപ്പോൾ word. രണ്ട് വാക്കുകൾ പറഞ്ഞു, മറക്കരുത്. And I shared two words, don't forget that. മോർഫേ ഉണ്ട്, സ്കീമ ഉണ്ട്. Morphe and schema in Greek. മോർഫേ എന്ന് പറഞ്ഞാൽ എസൻഷ്യൽ ഫോം വിച്ച് നെവർ ഓൾട്ടേഴ്സ്, യഥാർത്ഥമായ തനി സ്വഭാവം
മാറ്റമില്ലാത്ത സ്വഭാവം എന്ന അതിന്റെ അർത്ഥം. Morphe means that true nature will never change. It will be constant always. സ്കീമ എന്ന് പറഞ്ഞ ഔട്ട്വേർഡ് ഫോം ആണ്. അത് സാഹചര്യങ്ങൾ അനുസരിച്ച് സമയമനുസരിച്ച് മാറുവാൻ സാധ്യതയുണ്ട്. The word schema used when things can change based on the environment and the pressure of the environment. ഇവിടെ ഉണ്ടോ നിങ്ങളെ? Are you here with us? ഇത്രയും സൗന്ദര്യമുള്ള രണ്ടുപേര് നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങളെ തന്നെ നോക്കണം അല്ലേ? So such handsome people like us in front of you talking, you need to pay attention. സ്തോത്രം. രണ്ട് വാക്കുകൾ, മോർഫെ, സ്കീമ. The words are morphe and schema. മോർഫെ എന്ന് പറഞ്ഞാൽ എന്തുവാ? What does morphe means? എസൻഷ്യൽ നേച്ചർ, സാരാംശമാ, മാറ്റമില്ലാത്തതാ, തനി സ്വഭാവമാ. Means true nature that will not change. It is the essential things that will be always constant. സ്കീമ എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് അപ്പിയറൻസ് ആണ്, സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് മാറുന്നതാണ്. A schema is something that's outwardly is constantly shifts based on the environment. അല്പം കൂടെ മനസ്സിലാക്കാനായിട്ട് നമ്മളെല്ലാവരെയും ഹ്യൂമൻസ്, മനുഷ്യർ എന്ന് പറയാൻ പറ്റും. But all of us together can be called humans. നമ്മൾ എന്തെല്ലാം ചെയ്താലും ഏത് പ്രായത്തിലായാലും നമ്മളെല്ലാം ആരാ? ഹ്യൂമൻസാ. Regardless of how old you are or whatever you do until you die, you're human. അത് നമ്മുടെ മോർഫെയാ. And that is our morphe. എന്നാൽ നമ്മുടെ മധ്യത്തിൽ തന്നെ ടോഡ്ലേഴ്സ് ഉണ്ട്, ഇൻഫൻസ് ഉണ്ട് അല്ലെ, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, ബാലികമാരുണ്ട്, കൗമാരക്കാരുണ്ട്, യുവാക്കന്മാർ, യുവതികളുണ്ട്, മധ്യവയസ്കരുണ്ട്, പ്രായമായവരുണ്ട്. ഇതെല്ലാം സ്കീമായ. Among us also there's toddlers, infants and teenagers and adults. That is all represent schema. സ്കീമ മാറും. The schema would change. ഇങ്ങോട്ട് നോക്കിക്കേ പ്ലീസ്. സ്കീമ മാറും, പക്ഷെ മോർഫെ മാറത്തില്ല. Schema is something that will change, but morphe is something constant. ബാലനായിരുന്നാലും യുവാവായിരുന്നാലും വൃദ്ധനായാലും നമ്മളെല്ലാം ആരാ? ഹ്യൂമൻ ബീയിങ്സാ, മനുഷ്യരാ. Whether you are a toddler or a teenager or adult, you are all human beings. അപ്പൊ അപ്പോസ്തലൻ പൗലോസ് യേശു കർത്താവിന് ദൈവത്തിന്റെ രൂപത്തിലിരിക്കെ എന്ന് പറയാൻ ഉപയോഗിക്കുന്നത് ഏത് വാക്കാന്നറിയാമോ? So do you know Apostle Paul trying to illustrate Jesus saying having the nature of God, what word he uses? ദൈവത്തിന്റെ, you are right, ദൈവത്തിന്റെ മോർഫെയിൽ ഇരിക്കുന്ന യേശു കർത്താവ്. He's talking about morphe, Jesus, the representation and the fulfillment of God. ചേഞ്ചബിൾ അല്ലാത്ത, മാറ്റുവാൻ പാടില്ലാത്ത, മാറിക്കൂടാത്ത, എസൻഷ്യലായ സാരാംശത്തിൽ ദൈവമായിരുന്നവൻ എന്നാ പറയുന്നത്. And he's talking about Jesus who will never change. He is the constant, he is steady, he will be like his Father God. ഹല്ലേലൂയ. Amen. അതാണ് യേശു ക്രിസ്തു. And that is Jesus Christ. എന്നാൽ അവന്റെ ഔട്ട്വേർഡ് സ്കീമ മാറി. But his outward expression or schema has changed. ഔട്ട്വേർഡ് ഫോം എന്ന് പറയുന്നത് മാറി. But his outward form changed. എന്നാൽ എസൻസ് മാറിയില്ല. But the essence has not changed. അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും വെച്ചുകൊള്ളണം. But we need to keep that in mind always. ഔട്ട്വേർഡ് ആയിട്ടുള്ള അപ്പിയറൻസ് മാറി, പക്ഷേ എസൻസ്, യേശുവിന്റെ ദൈവത്വം പോയില്ല, യേശുവിന്റെ ദൈവത്വം കുറഞ്ഞില്ല, നഷ്ടപ്പെട്ടു പോയില്ല. And even though outward changes happen, his godliness and who he is as God never diminished. അപ്പോൾ യേശു കർത്താവ് എവറി റൈറ്റ് ഉണ്ടായിരുന്നു, യേശുവിന് അധികാരം, അവകാശം ഉണ്ടായിരുന്നു. സ്വർഗത്തിലെ മഹിമകൾ, ദൂതന്മാരുടെ ആരാധന, സ്വർഗത്തിലെ പ്രമോദ വിഷയം എന്നൊക്കെ പറയുന്നത് പിടിച്ചുകൊണ്ടിരിക്കാനുള്ള സകല അധികാരവും അവനുണ്ടായിരുന്നു. Jesus had the right to hang on to the heavenly credentials and the heavenly blessings that he had the right to hang on. സ്വർഗീയ മഹിമകളിൽ വിരാജിക്കുവാൻ അവന് കഴിയുമായിരുന്നു. He could have stayed in the eternal glory forever. അവൻ ദൈവരൂപത്തിലിരിക്കെ, മോർഫെയിലിരിക്കെ, even though he was in the nature of God, in the word morphe, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ, he did not consider equality with God.
അത് മുറുകെ പിടിച്ചോണ്ടിരിക്കണമെന്നല്ല കർത്താവ് He വിചാരിച്ചു. did not want to hold on and grip on to it whole. അപ്പൊ എന്തുവാ ലിവിങ് വിത്ത് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്? ക്രിസ്തുവിന്റെ മനസ്സോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? So what does it mean to living with the mind of Christ? ക്രിസ്തുവിന്റെ മനസ്സോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ കുറെ കൂടെ സ്ഥാനങ്ങളും മാനങ്ങളും പേരും പ്രശസ്തിയും ആർജിക്കുന്നതല്ല. It is not to have glory and honor and have positions and power. That is not what we're living with the mind of Christ means. യേശുവിന്റെ മനസ്സോടെ ജീവിക്കുവാൻ ആരംഭിക്കുന്നത് തന്നെ നമ്മുടെ അവകാശങ്ങൾ അധികാരങ്ങൾ മാറ്റിവെക്കാൻ ഒരുങ്ങുന്നിടത്താണ്. As soon as you decide to live with the mind of Christ means to discard all your authority and your positions and all the things that you consider valuable. യേശുവിന്റെ മനസ്സ് എവിടെ ഉണ്ടോ അവിടെ ഒരു സെൽഫ് എംപ്റ്റിയിങ് ഉണ്ടെന്ന്. Wherever the mind of Christ, there is a self-emptying happening. സ്വയത്യാഗത്തിന്റെ തെളിവ് വെളിപ്പെടുത്തലുകൾ അവിടെ ഉണ്ടാകും. There will be evidences of self-sacrifice when you are in the nature of God. യേശുവിന്റെ മനസ്സുള്ളിടത്ത് സെൽഫ് അസേർഷൻ അല്ല നടക്കുന്നത്. യേശുവിന്റെ മനസ്സുള്ളിടത്ത് സ്വയത്തെ ത്യജിക്കുവാനുള്ള ഒരുക്കമുണ്ടായിരിക്കും. There is no self-assertion happening. If you have the mind of God, you're going to reject your authority and your credits. ഹല്ലേലൂയ, Amen. ഹല്ലേലൂയ. Hallelujah. ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. I know it is a difficult thing. അപ്പൊ യേശു ആരായിരുന്നു? Who was Jesus? സകലത്തെയും സൃഷ്ടിച്ച ദൈവം. He is the one who created everything. ദൈവത്തിന്റെ മോർഫയിൽ ദൈവരൂപത്തിൽ ഇരുന്നവൻ. He was in the morphe of God, in the image of God. ഉളവാകട്ടെ എന്ന് അവൻ അരുളി ചെയ്തപ്പോൾ സകലത്തെയും അവൻ ഉളവാക്കി. As he was commanded to everything to be created, it happened instantly. സകലവും അവൻ മുഖാന്തരം ഉളവായി. Everything was created because of him. അവനാൽ അവങ്കിലേക്ക് ഉളവായി. Because of him and towards him. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. Nothing was created without him. ഹല്ലേലൂയ. Hallelujah. ഇതായിരുന്നു ദൈവരൂപത്തിൽ ഇരുന്ന നമ്മുടെ കർത്താവായ യേശു. And that is what God who was in Jesus who was in the nature of God. രാജാതിരാജൻ ആയിരുന്നവൻ, കർത്താതി കർത്താവായിരുന്നവൻ, ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുവാൻ കഴിയുന്നവൻ, ഭൂമിയിലെ പൊടി മുഴുവൻ നാഴിയിൽ കൊള്ളിക്കുവാൻ കഴിയുന്നവൻ, ആ പർവ്വതങ്ങളെ തുലാസിൽ തൂക്കി കുന്നുകളെ വെള്ളിക്കോലുകൊണ്ട് തൂക്കി അതിന്റെ തൂക്കം പറയുവാൻ കഴിയുന്നവനായ, നക്ഷത്രങ്ങളെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിച്ചവനായ കർത്താവ്. He was the Lord of Lords, He is the King of Kings. He was able to weigh the mountains. He was able to hold the dust of the earth in His hand. And He is such an awesome God. ഹല്ലേലൂയ. Hallelujah. അപ്പൊ അവൻ ദൈവരൂപത്തിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ ഈ മാജസ്റ്റി മുഴുവൻ, ഈ മഹത്വം, ഈ വലിപ്പം, ഈ മഹാത്മ്യം, ഈ ഔന്നത്യം നമ്മുടെ മനസ്സിൽ വരണം. So when you think about God and His glory, all these things should come into our mind. അല്ലാതെ ഒരു വില്ല വിട്ടേച്ച് വന്നൊന്നുമല്ല. It's not because we just left a villa. എയർ കണ്ടീഷനൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥാനം വിട്ടേച്ച് വന്നു എന്നല്ല പറയുന്നതിന്റെ അർത്ഥം. That doesn't mean that He just left the air conditioning and the comforts. അവൻ ആരായിരുന്നു ഓർത്തെങ്കിലേ, അറിഞ്ഞെങ്കിലേ അവൻ എന്തായി തീർന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകത്തുള്ളൂ. You need to know who He was before He left everything. Then only you will understand who He was. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരിക്കെ അവൻ്റെ ദാരിദ്ര്യത്താൽ നാം സമ്പന്നരാകേണ്ടതിന് നാം നിമിത്തം ദരിദ്രനായി തീർന്ന അവന്റെ കൃപ നിങ്ങൾ ഓർക്കുന്നുവല്ലോ. You need to remember His grace. He became poor to make us rich because He left the richness of God. ഹല്ലേലൂയ. Hallelujah. അവൻ എത്ര സമ്പന്നനായിരുന്നു, He was rich. എത്ര ദരിദ്രനായി തീർന്നു. He became poor. എന്തിനു വേണ്ടിയാ? നമ്മെ സമ്പന്നരാക്കുവാൻ. To make us rich in Him. അങ്ങനെ അവൻ സമ്പന്നരാക്കി എല്ലാവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം I ചെയ്യും. thank God for all those who He has blessed. കൈകൾ ഉയർത്തി കർത്താവിന് മഹത്വം Let us കരയറ്റാം. raise our hands and worship God. അവന്റെ ദാരിദ്ര്യത്താൽ ഞാൻ സമ്പന്നനായി. Because of His poverty, I have become rich. ഹല്ലേലൂയ. Hallelujah. ഒരു വലിയ കമ്പനിയുടെ സിഇഒ, ഫൗണ്ടർ ആൻഡ് സിഇഒ പറയുക, A founder and CEO of a big company said, ഇനി ഞാൻ ഈ ഇവിടെ എല്ലാം തറയൊക്കെ തുടയ്ക്കുന്ന ജോലി ഞാൻ ചെയ്യാൻ പോവുക. I'm going to take the job of a janitor here.
ബാത്റൂം ക്ലീനിങ് ഒക്കെ ഞാൻ ഏറ്റെടുക്കുക. I'm going to take on the responsibility of cleaning the bathrooms. പറയുക മാത്രമല്ല, സമയത്ത് പഞ്ച് ചെയ്ത് അകത്ത് കയറി ജോലിക്ക്. And not only he said that, he punched the clock and entered the workplace. ബാത്റൂമിൽ പോയി ബാത്റൂം എല്ലാം ക്ലീൻ ചെയ്യുന്നു. And he went inside and cleaned the bathroom. തനിയെ പോയിരുന്ന് ആരുമില്ലാത്ത ഒരു മുക്കിലെ ഒരു മൂലയിൽ പോയിരുന്ന് അവൻ ആഹാരം കഴിക്കുന്നു, ലഞ്ച് കഴിക്കുന്നു. And he was eating lunch alone in the corner of the office. എന്തെങ്കിലും ഒരു പിഴവ് അവിടെ ഉണ്ടെങ്കിൽ അതിന് എല്ലാം ഉള്ള ബ്ലെയിം അവന്റെ മേൽ വരുന്നു. If anything was not clean or out of place, he took the blame for all that. അത് വിശ്വസിക്കാൻ പറ്റുമോ? Can you believe that? അത്തരത്തിലുള്ളൊരു ഷോക്കാണ് ഫിലിപ്പിയ ലേഖനം നമുക്ക് നൽകുന്ന 2-ാം അധ്യായം നൽകുന്നത്. And that is the kind of shock book of Philippians give regarding Jesus. സകലത്തിന്റെയും കാരണഭൂതനായിരുന്നവൻ. He was the creator, he was the reason for everything. സകലത്തെയും സൃഷ്ടിച്ചവനായ നമ്മുടെ കർത്താവ്. He created everything with his word. അവൻ അരുളി ചെയ്തു, ഇതാ ഞാൻ വരുന്നു. He said, here I'm coming. പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. It is written in the scrolls about me. പിതാവേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. Lord, I want to do your will and that is my desire. എന്ന് പറഞ്ഞ് അവൻ മനുഷ്യ സാദൃശ്യത്തിലായി എന്ന് എഴുതിയിരിക്കുന്നു. It is written that he took the form of a human being. അവനൊരു ദാസരൂപം എടുത്തു. He made himself being like a human being. ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. Something is very important here. അവൻ ഒരു എടുത്തത് ദാസന്റെ ഒരു ലൈക്ക്നെസ് എന്നല്ല പറയുന്നത്. It is, even though it is written human likeness in English, ദാസൻ, a servant, but ഒരു രൂപം എടുത്തു. He took the likeness or the nature. എന്ന് പറഞ്ഞാൽ he was not play acting എന്ന് അഭിനയിച്ച് കാണിക്കല്ലായിരുന്നു. And he was not acting. That's what that means. അതുകൊണ്ടാ ഒരു റൂമാലെടുത്ത് അരക്കി ചുറ്റും കെട്ടിയിട്ട് ഓടി നടന്ന് ശിഷ്യന്മാരുടെ എല്ലാം കാല് കഴുകാൻ അവനൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. He had no difficulty washing the feet of his disciples and putting a towel around his waist. പത്രോസ് പറഞ്ഞു, കർത്താവേ, നിന്നെ ഞാൻ സമ്മതിക്കുകയില്ല കാലുകൾ കഴുകുവാൻ. Peter said that I will not allow you to wash my hands. പക്ഷേ യേശു ചുറ്റും നടന്ന് ശിഷ്യന്മാരുടെ എല്ലാം കാലുകൾ കഴുകുകയാണ്. But running around, Jesus washed the feet of all his disciples. അപ്പോൾ ഒരു പ്ലേ ആക്ടിങ്ങിന് വേണ്ടി ഒരു നടൻ ചെയ്യുന്നത് പോലെയുള്ള ഒരു കാര്യമല്ല കർത്താവ് ചെയ്തത്. It was not an act that an actor portrays. ഒരു ദാസനായി തീർന്നു. He became a servant. ദൈവമായിരുന്നവൻ ദാസനായി തീർന്നു. God himself became a servant. ഹല്ലേലൂയ. Hallelujah. ദൈവരൂപത്തിലിരുന്നവൻ ദാസരൂപം എടുത്തു. He was in the nature of God. He took the nature of a servant. ഇത് ക്രിസ്മസ് സീസൺ ഒക്കെയാണ്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 1-ാമത്തെ വരവിനെ ഓർക്കുകയും ദൈവത്തിന് മഹത്വം കരയറ്റുകയും ഒക്കെ ചെയ്യുന്ന സമയങ്ങളാണ്. This is a season of Christmas. We talk about the coming of the Lord and remembering his coming. അതിൻ്റെ മധ്യത്തിൽ ഇത്തരുണത്തിൽ ഈ മെസ്സേജ്, ഈ ഭാഗം നമ്മൾ ഓർക്കുന്നത് വളരെ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe it is a blessing to remember this passage in this season. സഭം പ്ലേ ആക്ട് ചെയ്തുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് വരികയല്ലായിരുന്നു. ഞാൻ ഒരു ദാസനായി വരുന്നു. He was not acting or playing like a servant. അതുകൊണ്ടാണ് തന്റെ ഐഹിക ജീവിതകാലത്ത് മുഴുവൻ അവൻ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരുന്നത്. And that is why he was submissive to the authority while he lived on this earth. നാസറേത്തിൽ തന്റെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു. And he was submissive to his parents in Nazareth. തന്റെ ജീവിത ദൗത്യം തീർക്കുന്നത് വരെ താൻ പിതാവിന് കീഴ്പ്പെട്ടിരുന്നു. Until his duty was finished on this earth, he was submissive to his father. പിതാവേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താൻ ജീവിതം നയിച്ചു. He said, Father, I want to do your will, and he committed his life to his father. അവൻ ദാസരൂപമെടുത്തു. ദൈവമായിരുന്നവൻ, ദൈവത്തോട് സമത്വത്തിലായിരുന്നവൻ ഒരു ദാസനായി തീർന്നു. He who was in the nature of God, who took the form of a servant and served us. ഹല്ലേലൂയ. Hallelujah. മുറിവുകളെ കെട്ടി അശരണരെ ആശ്വസിപ്പിച്ചു, അവർക്ക് സൗഖ്യം നൽകി, അവരോടുകൂടെ ഭക്ഷിച്ചു, അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു, അവരോട് കൂടെ വസിച്ചു. He lived among them and ate with them. He bound their wounds. He healed them. He associated with them. അവനൊരു പുൽത്തൊട്ടിയിൽ
അവൻ ജനിച്ചൊരു പുൽത്തൊട്ടിയിൽ അവനെ കിടത്തുവാനിടയായി. അവൻ ആളുകളുടെ കാലുകളെ കഴുകി ഏറ്റവും താഴേക്കിടയിലുള്ളവർ എന്ന് പറയാവുന്നവരെ അവൻ ശുശ്രൂഷിച്ചു. He took care of the lowest, and he was born in a manger. He lived an ordinary life on this earth. സെലിബ്രിറ്റീസ് പലപ്പോഴും പുറത്തിറങ്ങുന്നത് എങ്ങനെയാ? How do you see celebrities coming out? അവർക്ക് അറ്റൻഷൻ വേണമെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതമൊക്കെ തുടങ്ങുന്നത്. And they want attention. That is how their life begins. ഒരു പരിധി കഴിയുമ്പോഴത്തേന് അറ്റൻഷൻ ഒരുപാട് കൂടി പോകും. And after a while they get so much attention. അപ്പം പിന്നെ അവർ പുറത്തിറങ്ങുമ്പോഴെല്ലാം അവരുടെ ഐഡന്റിറ്റി മറച്ചു വെച്ചിറങ്ങാനായിട്ട് അവർ ശ്രമിക്കും. So after a while they want to hide themselves because they have too much attention. അപ്പം അതിന് ആ അറ്റൻഷൻ ഏറ്റവും കുറച്ച് കിട്ടാനും ഐഡന്റിറ്റി മറയ്ക്കാനും ചെയ്യുന്ന എന്തൊക്കെയാ? So what do they do to reduce their attention? സൺഗ്ലാസസ് വെക്കും. They will put on the sunglasses. അല്ലെങ്കിൽ വലിയ ലോങ് ക്യാപ്സ് വെക്കും. They will wear a cap or disguise themselves. ബിഗ് ഹുഡീസ്, മുഖമൊക്കെ മൂടി മറച്ച് നടക്കാവുന്ന ജാക്കറ്റൊക്കെ ഇടും. They will wear jackets with hoodies so they can cover their face. അപ്പോൾ യേശു എങ്ങനെയാ ഈ ലോകത്തിലേക്ക് വന്നേ? But how did Jesus come to this earth? ഈ സൺഗ്ലാസസ് വെച്ചുകൊണ്ടായിരുന്നു. Did he have sunglasses? ഈ ക്യാപ്സും ഒക്കെ വെച്ച് തലയൊക്കെ ഒന്ന് മറച്ച് ചെറിയ അല്പം മറവുകളൊക്കെ ചെയ്താണോ കർത്താവ്? Was he trying to hide himself from the people? യേശു ഡിസ്ഗൈസ്ഡ് ആയിട്ട് വന്നതാണോ? Was he disguising himself among the people? കുറച്ച് ഹാലോ അല്ലേ ഉണ്ടായിരുന്നു, മാറ്റിയൊക്കെ വെച്ചിട്ട് വന്നതാണോ? Did he put away his halo and came to this earth? സൺ ഓഫ് ഗോഡ് എന്നുള്ള ടാഗ് പോലും അവന് കിട്ടിയില്ല. He did not even receive the tag of being the Son of God. അങ്ങനെ എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം അവന് പീഡ ഉപദ്രവമായിരുന്നു കിട്ടിയത്. Whenever he mentioned he was the Son of God, he got persecuted. അവനെക്കുറിച്ച് സാധാരണയായിട്ട് ആളുകൾ പറയാനിടയായത് നസ്രത്തിൽ നിന്നുള്ളവൻ. Most of the people talk to him as the Jesus from Nazareth. യോസഫിന്റെയും മറിയയുടെയും മകൻ. He is the son of Joseph and Mary. തച്ചനായവൻ. He was a carpenter. ഇതൊക്കെ അവനെ കുറിച്ച് കേട്ടത്. That is how people represented him. അപ്പോൾ അവൻ വന്നത് ദാസരൂപം എടുത്തു തന്നെയാണ്. Because he came to this earth to take the form of a servant. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. ദൈവമായിരുന്നവൻ ദാസരൂപം എടുത്ത് വന്നു. The one who was God took the form and the nature of a servant. ഒരു വേഷപ്രച്ഛന്നതയൊന്നും അല്ലായിരുന്നു. ഒരു It ഡിസ്ഗൈസ് ചെയ്തു വന്നതല്ല. was not a disguise. തനി ദാസനായി വന്നു. He came as a true servant. നമ്മുടെയൊക്കെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ Amen. കരുണയിൻ ധനമാ നവാൻ ദൈവകരുണയിൻ ധനമാ. പാടണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ? We have the desire to sing. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, നിൻ ക്ലിഷ്ടമാം കിടപ്പ് കണ്ട് ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ. The one who invented silk, the one who had created everything, the way you are laying in this manger, that our heart goes after you. അതാണ് യേശു ആയിത്തീർന്നത്. And he is the one who became Jesus. എനിക്കും നിങ്ങൾക്കും എന്തോ പുകഴാനാ? What do we have to claim, you and I, to boast? നമ്മുടെ ഒന്നുമില്ലായ്മകളെ ഒത്തിരി ഒത്തിരി ഉയർത്തിക്കാട്ടി സ്വയത്തിൽ അഹംഭാവത്തോടെ പലപ്പോഴും നമ്മൾ ജീവിക്കുകയല്ലേ? Oftentimes we live showing off our nothingness and making us bigger than who we are. യേശു എന്തായിരുന്നു, അവൻ എന്തായി തീർന്നു എന്നുള്ളത് മറന്നു പോകാതിരിക്കുക. Don't ever forget who Jesus was and what he has become. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Amen. അവൻ എന്ത് ഭവിച്ചു, അവൻ എന്ത് താഴ്ച ഭവിച്ചു എന്ന് നമുക്ക് ഓർക്കണം. We need to understand what a lowly estate, what the form he took. അതുകൊണ്ട് നമുക്കൊന്നും പുകഴാനിടയില്ലെന്ന് വാസ്തവമായിട്ട് പറയണം, ഉള്ളത്തിന്ന് പറയണം. So from the bottom of your heart, there is nothing I can boast and I can take pride in. ഞാൻ ആകുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. The reason I exist is because of the grace of God.
ഞാൻ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപയാലാണ്. If I have earned anything, it is by the grace of God. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപയാലാണ്. If I have accomplished anything, it is by the ഞാൻ grace of God. സ്വയമായിട്ടൊന്നും നേടിയതല്ല. I have not ever accomplished anything by my own merit and എല്ലാം self. ദൈവത്തിന്റെ കൃപയാണ്. Everything is God's grace in your life. ദാസരൂപമെടുത്തു. I took the form of a servant. ഒരു കാര്യം കൂടെ അവിടെ നമുക്ക് കാണുവാൻ പറ്റും. We see one more thing. മനുഷ്യ സാദൃശ്യത്തിലായി. He was also made in a human likeness. അപ്പൊ യേശു ലോകത്തിലേക്ക് വന്ന ഒരു മനുഷ്യൻ ആയിട്ട് അല്ലെങ്കിൽ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായപ്പോൾ അവനൊരു പെർമനന്റ് നേച്ചർ അല്ലെടുത്തത്. When he took the very nature as a servant and made like a human likeness, that was not a permanent nature. മനുഷ്യ സാദൃശ്യം എന്ന് പറയുന്ന ഒരു പെർമനന്റ് നേച്ചർ അല്ലായിരുന്നു. But the likeness of a human was not a permanent condition. നിങ്ങൾ ഇവിടെ ഉണ്ടോ? Are you here? യേശു മനുഷ്യന്റെ സാദൃശ്യത്തിലായി. Jesus made himself like a human. എന്ന് പറഞ്ഞാൽ പെർമനന്റ് അല്ല. manhood of Jesus was not permanent. അത് നിത്യമായിട്ടുള്ളതല്ലായിരുന്നു. And manhood of Jesus was not a permanent condition. അതൊരു ചേഞ്ചിങ് സ്റ്റേറ്റ് ആയിരുന്നു. It was only a changing state. അതുകൊണ്ട് എഴുതിയിരിക്കുന്നത് he came in the fashion of schema. അവൻ ഈ സ്കീമായുടെ സാദൃശ്യത്തിൽ വന്നു മനുഷ്യനെ പോലെ. And so he came as a human being and took the form for a temporary condition. അപ്പോൾ മനുഷ്യന്റെ സാദൃശ്യത്തിലായി എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് സമയമില്ല. I don't have time to explain. He became like a servant. വന്ന് അവൻ എന്നെ എല്ലാവരും ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞില്ല. He did not say that I want everybody to take അവൻ care പറഞ്ഞു of me. ഞാൻ ശുശ്രൂഷ അനുഭവിപ്പാനല്ല, ശുശ്രൂഷിക്കപ്പെടാനായിട്ടല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് മറുവിലയായിട്ട് എൻ്റെ ജീവനെ കൊടുക്കുവാനും അത്രേ വന്നത്. He said, I did not come to be served, but I came to serve and give my life to many. ഇത് നമ്മുടെയൊക്കെ ഉള്ളിൽ കയറിയിരുന്നെങ്കിൽ നന്നായിരുന്നു. It would be good if those things get into our hearts. ഇത് നമ്മുടെ മോട്ടോ ആയിട്ട് നമ്മൾ സ്വീകരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. It would have been good if you take this as a motto. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ എന്നൊക്കെ പാടാറുണ്ട്. We sing like I want to be like Jesus, I want to behave like him. നമ്മുടെ സ്വയത്തെ ഒന്ന് ചെറുതായിട്ടൊന്ന് തൊട്ട് നോക്കിക്കുക, അന്നേരം അറിയാം. But somebody touch yourself for a little bit prick and you will see the real true color. അതാണോ നമ്മൾ? Is that who we are? അത് എന്തെല്ലാം വന്നാലും ഞാൻ യേശുവിൻ്റെ ആ സാക്രിഫൈസ് ഓർക്കും. Or regardless of what happens, I will remember the sacrifice of Jesus. നമ്മളൊരു കമ്പനിയിലേക്ക് ജോലിക്ക് അപേക്ഷിക്കാമെന്ന് വിചാരിച്ചു. Let's assume you are applying for a job in a corporation. ഒരു റെസ്യൂമേ തയ്യാറാക്കുക. You are preparing a resume. അപ്പം ഭയങ്കര ഇൻഫ്ലേറ്റഡ് ആയിട്ട് ആ കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന റെസ്യൂമേയിൽ അല്ലേ? Oftentimes the resume is inflated with things that are probably not true. ഏറ്റവും ചെറിയ കാര്യങ്ങളും ഏറ്റവും പെരുപ്പിച്ച് കാണിക്കുന്ന നമ്മുടെ റെസ്യൂമേസ്. And our resume shows even the minute things that we blow it up and show as a big thing. ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്ന കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ന വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, പാസ്റ്റേഴ്സ് ആണ് ഇപ്പോൾ ഇന്ന ചർച്ചകളിൽ പാസ്റ്ററായിട്ട് ഇരുന്നിട്ടുണ്ട്. And we blow up the little things, little experience and make it big. Even pastors would say, I had so many church experience. എൻ്റെ കൂടെ നിൽക്കുന്ന ആളൊരു റിക്രൂട്ടറാ, അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം എങ്ങനെയുള്ള റെസ്യൂമേസ് ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടുമെന്ന്. So what kind of resumes do we have in our hands? യേശുവിൻ്റെ റെസ്യൂമേ എങ്ങനെയായിരുന്നു? So what is Jesus's resume look like? അത് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ പോകുന്ന ഒരു റെസ്യൂമേ ആയിരുന്നു. And just that his resume was going in the opposite direction. മഹത്വത്തിൽ നിന്ന് പുൽക്കൂട്ടിലേക്കുള്ള റെസ്യൂമേ. From glory to the manger. ആരാധനയിൽ നിന്ന് കാലുകൾ കഴുകുന്നതിലേക്കുള്ള റെസ്യൂമേ. From being worshipped to be a person who washes others' feet. സിംഹാസനത്തിൽ നിന്ന് കുരിശിലേക്കുള്ള. From the throne to the cross. അവന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമിക്കുന്ന ദൂതന്മാര്, ശക്തന്മാരായ ദൂതന്മാര്, മൂപ്പന്മാര്, അവരുടെ എല്ലാം മധ്യത്തിൽ നിന്ന് അവനെ പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന, മുഖത്ത് തുപ്പുന്ന, അവൻ്റെ മുഖത്തെ രോമമെല്ലാം പിഴുതെടുക്കുന്ന
ഉഴവുചാലുകൾ പോലെ കീറത്തക്കവണ്ണം അവൻ്റെ പുറമെല്ലാം അടിച്ച് കീറുന്നവരുടെ മധ്യത്തിലേക്ക് അവൻ വന്നത്. He came from the glories of heaven. The angels were worshiping and the elders were bowing down in front of him. He came down to this lowly earth to be spitten on, to be persecuted and ridiculed. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയെന്ന ദൈവവചനം. It says in his lowest state that he did not get justice. അവന് വേണേ തന്നെ ഡിഫെൻഡ് ചെയ്യായിരുന്നു. He could have defended himself. പക്ഷെ അവൻ മിണ്ടാതിരുന്നു. But he became quiet. അതായിരുന്നു യേശു. And that's who Jesus was. യേശുവിൻ്റെ മനസ്സോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതാ. And living with the mind of Christ means that. പലപ്പോഴും ന്യായം കിട്ടാതെ പോകുന്നതാണ്. Many times you don't get justice. ലോകം എപ്പോഴും നോക്കുന്നത് അപ്വേർഡ് മൊബിലിറ്റി, എങ്ങനെ മുകളിലേക്ക് ഉയരാം അടുത്ത സ്ഥാനം കിട്ടാമെന്നുള്ളതാണ്. The world looks at upward mobility. How can I climb the ladder to the next rung? യേശു കാണിച്ചിരുന്ന ഡൗൺവേർഡ് ഫെയ്ത്ത്ഫുൾനെസ്, താഴേക്ക് വിശ്വസ്തതയ്ക്കായിട്ട് തങ്ങളെ തന്നെ താഴ്ത്തുക. Jesus showed the opposite, committing yourself to be faithful in whatever you are called. ഹല്ലേലൂയ. Amen. വാക്കുകളെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. We want to conclude our words. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വാക്യമുണ്ട് 119 സങ്കീർത്തനത്തിലെ. There is a beautiful verse that I really like in Psalm 119. സങ്കീർത്തനക്കാരൻ പറയുന്നു, നീ വിശ്വസ്തയോടെ എന്നെ താഴ്ത്തിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. Psalmist says that I understand that I've lowered myself with faithfulness. താഴ്മ ഒരു പ്രയോജനമില്ലാത്തതെന്ന് നമ്മൾ വിചാരിക്കുന്നു. Oftentimes we think humility is no use. എന്ന് സങ്കീർത്തനക്കാരൻ പറയാ, നിന്റെ വിശ്വസ്തതയുടെ ഭാഗമായി എന്നെ താഴ്ത്തുന്നതും. And psalmist saying your humility is part of your faithfulness. താഴ്ച ഭവിച്ചിട്ടും അവൻ വിശ്വസ്തത വെടിഞ്ഞില്ല. Even though he was humble, he never lost faithfulness. അത് യേശുവിന്റെ മനസ്സോടെ ജീവിക്കുക എന്ന് പറയും. That is what living with the mind of Christ means. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കട്ടെ. Let me challenge you this morning. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതായി തീരട്ടെ. Let that be our biggest goal in our lives. എനിക്ക് യേശുവിന്റെ മനസ്സോടെ ജീവിക്കണം. I want to live with the mind of Christ. എൻ്റെ ഇടപാടുകളാൽ, എൻ്റെ വാക്കുകളാൽ, എൻ്റെ ജീവിതചര്യകളാൽ എല്ലാം യേശു കർത്താവിനെ എനിക്ക് കാണിച്ചു കൊടുക്കണം. With my actions, with my words, with my lifestyle, I want to show Christ to others. അത് നമ്മുടെ ലക്ഷ്യമാക്കാമോ? Can you make that your goal? അത് നമ്മുടെ പ്രാർത്ഥനയാക്കാമോ? Can you make that your prayer? ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് തലകളെ വണക്കാം. Let us bow our heads in the presence of God this morning. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. Everybody praying. ദൈവത്തിന്റെ വചനം കേട്ടിട്ട് നമ്മൾ ആരും ഒരു തീരുമാനം എടുക്കാതെ പോകരുത്. After listening to the word of God, I don't want you to leave this place without making a decision. പ്രാർത്ഥന കഴിക്കാതെ നമ്മൾ ആരും പോകരുത്. I don't want you to leave this place without prayer. യേശു കർത്താവേ, അങ്ങയുടെ മനസ്സോടെ ജീവിപ്പാൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ എന്ന് പറയാം. Jesus, help us to live with the mind of you in our lives. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും അല്പനിമിഷങ്ങൾ കർത്താവിനെ Everybody open your mouths and praising God and praying. കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. Let us pray to the Lord. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. Everybody pray. ആരും മിണ്ടാതിരിക്കരുത്. I don't want anybody to be quiet in this place. മറ്റുള്ളവരെ കുറിച്ച് ഓർക്കാനുള്ള സമയമല്ല. This is not the time to remember others. താഴ്മയില്ലാത്തവരും നമ്മൾ കരുതുന്ന ലിസ്റ്റിലുള്ളവരെ ഓർക്കാനൊന്നുള്ള സമയം. Don't think സമയം. about who is in that list of people who are not humble. നമ്മെ തന്നെ കാണാനുള്ള സമയമാണ്. It is a time to look in the mirror and see ourselves. യേശുവിന്റെ ഭാവം എന്നിൽ പ്രതിഫലിക്കുന്നുണ്ടോ? Is the life and the life of Jesus reflected in my life? ദൈവരൂപത്തിലിരിക്കുന്ന മനുഷ്യ സാദൃശ്യത്തിലായവനെ പ്രതിഫലിപ്പിക്കുന്നുണ്ടോ? Am I reflecting God who was in glory and came to this earth as a servant? എന്ന് കർത്താവിനോട് നമുക്ക് ചോദിക്കാം. Let us ask that question. നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. Let us ask the Lord for help. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ Everybody praying. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. Don't look at each other. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. And don't walk around. വളരെ ഭക്തിയോടെ ഭയത്തോടെ ദൈവസന്നിധിയിൽ. Let us sit in the presence of God with much reverence. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ Brother Sam will lead us in the Our heavenly Father, we thank you for speaking to us, Lord, this morning. You who left the glories of heaven. You had everything there, Father, but you came down to this earth for people like us, wretched people. Father, help us to understand that. Thank you for helping us to understand what you have done for us, Lord. That you take in the form of even though you were God, take in the form of a human being, taking the form of a servant to serve us, wash our feet,
And you identified with our situations. You identified with our problems. But Father, but you never abandoned us, oh God. Even today, you live among us, Lord. Father, help us to understand what you have done for us and take on your nature so the world will see Jesus in us, oh God. Oftentimes we fail to represent you in our workplaces, in our marketplaces, in our churches, and wherever we are. We often fail that, Father. Give us your humility this day, Father. I pray that we confess our sins, oh God. Continue to be with us today and for the rest of the week, Father. Help us to practice what we learned in our daily life, oh God. We thank you and we praise you for sharing your word with us. And thank you for enabling your servant to share with us, oh God. We love you, we praise you, we honor you. You alone are worthy of our praises. In Jesus Christ, our Lord's precious name we pray.